അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിമഹത്തായ ഒരു ഗുണപാഠവും ചിന്തയും ഉൾക്കൊള്ളുന്ന അത്ഭുതകരമായ സ്വർഗവാസിയായ ഒരു സ്ത്രീയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുയും ഇവ രണ്ടുപേരുടെ സഹീഹായ ഹദീസുകളിൽ ഇവ ഉദ്ധരിക്കുന്നുണ്ട്. അത്താഇബിൻ അബി റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, സ്വർഗവാസിയായ ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതെ. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കറുത്ത നിറമുള്ള ഈ സ്ത്രീയാണത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് അപസ്മാര രോഗം വരാറുണ്ട്. ആ സമയത്ത് എൻ്റെ ശരീരം വെളിവാകുകയും ചെയ്യുന്നു. അതിനാൽ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ക്ഷമിക്കുക, എങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. അതല്ല നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്ക് സൗഖ്യം ലഭിക്കാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അപ്പോൾ ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞാൻ ക്ഷമിച്ചു കൊള്ളാം. ശേഷം അവർ വീണ്ടും പറഞ്ഞു, രോഗം വരുമ്പോൾ എൻ്റെ ശരീരം വെളിവാകുന്നുണ്ട് നബിയെ, അത് വെളിവാകാതിരിക്കാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു. ഈ മഹദിയുടെ കഥ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. സത്യവിശ്വാസവും ഹൃദയ നൈർമല്യവും ദീനീബോധവും ലജ്ജയും ഒതുങ്ങിയണങ്ങിയ ഒരു സ്ത്രീയായിരുന്നു അവർ. അപസ്മാര രോഗം അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും അസ്വസ്ഥതയാക്കുകയും ചെയ്തിരുന്നു. ആ പ്രയാസം നീങ്ങിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം നിർദ്ദേശിച്ചത്, അതായത് ഈ കഷ്ടപ്പാടുകളിലും പരീക്ഷണങ്ങളിലും ക്ഷമ കൈകൊള്ളുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം സ്വർഗമായിരിക്കും എന്നതായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറപ്പ് ലഭിച്ചപ്പോൾ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുക എന്ന മഹത്തായ പദവി ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ക്ഷമിക്കാൻ തീരുമാനിച്ചു. എങ്കിലും അപസ്മാരം ബാധിക്കുന്ന സമയത്ത് തൻ്റെ ശരീരം വെളിവാകുന്നു എന്നത് അവരെ വല്ലാതെ അലട്ടിയിരുന്ന കാര്യമായിരുന്നു. യഥാർത്ഥത്തിൽ രോഗാവസ്ഥയിലായതുകൊണ്ടും സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ സംഭവിക്കുന്നതിനാലും അവർ അക്കാര്യത്തിൽ കുറ്റക്കാരിയല്ല. എങ്കിൽ പോലും അവരുടെ ലജ്ജാബോധത്തിൻ്റെ ആഴവും ഈമാനികമായ കരുത്തും ഹൃദയശുദ്ധിയും കാരണം ശരീരം വെളിവാകുന്നത് അവർക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. അതിനാൽ അവർ പറഞ്ഞു, എൻ്റെ ശരീരം വെളിവാകാതിരിക്കാൻ അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കായി ദുആ ചെയ്യുകയും പിന്നീട് അവർക്ക് രോഗം വരുമ്പോൾ ശരീരം വെളിവാകാതിരിക്കുകയും ചെയ്തു. സൽസ്വഭാവങ്ങൾക്കും മൂല്യങ്ങൾക്കും ലജ്ജ എന്ന മഹത്തായ ഗുണത്തിനും ഹൃദയവിശുദ്ധിക്കും ഉദാഹരണമായി പറയേണ്ടുന്ന ഒരു മഹത്തായ സംഭവം തന്നെയാണിത്. തൻ്റെ ശരീരം വെളിവാകുന്നത് അതൊരു രോഗാവസ്ഥയിലായിട്ട് പോലും അവർ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ യാതൊരു അസുഖവുമില്ലാത്ത സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുപ്പിലൂടെയും തൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കുകയും ശരീരം വെളിവാക്കുകയും ചെയ്യുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അറിയുകയും സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിനെതിരെയും മറയില്ലാതെ നടക്കുന്നതിനെതിരെയും വന്നിട്ടുള്ള താക്കീതുകൾ കേട്ടിട്ട് പോലും അതൊന്നും ഗൗനിക്കാതെ നടക്കുന്ന ആളുകൾ അത്ഭുതക്കാർ തന്നെയാണ്. സ്വർഗവാസിയായ ആ സ്ത്രീയുടെ ശരീരം വെളിവായത് അപസ്മാരം എന്ന രോഗം മൂലമായിരുന്നു. അത് അവർ തീർത്തും വെറുത്തിരുന്നു. എന്നാൽ ഇന്ന് ഒട്ടനവധി സ്ത്രീകളിൽ കാണപ്പെടുന്ന വസ്ത്രധാരണ രീതികളും ശരീര പ്രദർശനവും മറ്റൊരു തരം അപസ്മാരം തന്നെയാണ്. അതിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു ഒഴിവ് കഴിവും അവർക്ക് പറയാൻ സാധിക്കുകയില്ല. ഈമാനിൻ്റെ ദൗർബല്യവും ദീനിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ലജ്ജയില്ലായ്മയും കാരണമുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇച്ഛകളുടെ അപസ്മാരം എന്ന് പറയുന്നത്. ദേഹേച്ഛകളുടെയും ഭൗതിക സുഖങ്ങളുടെയും അടിമകളായി അള്ളാഹുവിൻ്റെ തൃപ്തിയാണോ അതോ കോപമാണോ താൻ സമ്പാദിക്കുന്നത് എന്ന് പോലും ചിന്തിക്കാതെ സ്വന്തം ജീവിതത്തെ ആലോചിച്ച് മതിമറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.